മധുര സംഗീതമായി സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹൃദയമാം വീണയിൽ മധുര സംഗീതമായി സ്വർഗ സങ്കീർത്തനങ്ങൾ പാടി വചന സാക്ഷ്യമേകാൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ ഹാർട്ട് ഓഫ് ഹെവൻ നമസ്കാരം. ഹാർട്ട് ഓഫ് ഹെവന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സണ്ണി ബ്രദറിന്റെ വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇന്നും നമ്മുടെ ഹാർട്ട് ഓഫ് ഹെവനിൽ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് സണ്ണി ചേട്ടൻ തന്നെയാണ്. അപ്പൊ നമുക്ക് സ്വാഗതം ചെയ്യാം ഒത്തിരി സ്നേഹത്തോടു കൂടി. നമസ്കാരം. ഹാർട്ട് ഓഫ് ഹെവനിലേക്ക് സ്വാഗതം. എന്നെ ഓർത്തതിന് നന്ദി പറയുന്നു ആദ്യം തന്നെ യേശുവിന്റെ നാമത്തിൽ. സണ്ണിച്ചേട്ടാ, കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങ് ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. ഈ ആഴ്ചയിലും അങ്ങ് ഞങ്ങളോട് തുടരുകയാണ്. നമ്മുടെ തുടർന്നുള്ള ഓരോ അനുഭവങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാം. ബ്രദറ് ഇതുകൂടാതെ അങ്ങ് തമിഴില് വളരെ മനോഹരമായ ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും നല്ല ആ ഗാനങ്ങൾ അതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം ഉണ്ട്. അതായത് എൻ്റെ മൂന്നാമത്തെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ 11-ാം തീയതിയാണ്, മാർച്ച് 11. അപ്പോൾ ആ സമയത്ത് ഭയങ്കര ടൈറ്റായ പൈസ. അപ്പോൾ കൊച്ചു പറഞ്ഞേക്കണം അവനൊരു സൂട്ട് വേണമെന്ന് പറഞ്ഞേക്കണേ. ചെറിയ 4-5 വയസ്സേ ഉള്ളൂ. അത് എല്ലാരും സൂട്ടിട്ട്, അച്ഛനൊക്കെ സൂട്ടിട്ട് അല്ലല്ല, സൂട്ടും പാന്റും മറ്റേ സിനിമ കണ്ടിട്ടാണ് അതിന് സൂട്ടും പാന്റും വേണമെന്ന് പറഞ്ഞേക്കെ, സ്പെക്സും വേണമെന്ന്. ഞാൻ പറഞ്ഞു മോനെ, ഞാൻ മുട്ടുണ്ടൻ എന്നാ വിളിക്കുന്നത്. മുട്ടുണ്ടൻ ഏറ്റവും ഇളയതിനെ. 3 മക്കളാ എനിക്ക്. മുത്തേനെ മുത്തെന്ന് വിളിക്കും. ഒറിജിനൽ ജോസ് എന്നാണ് പേര്. എന്റെ മുത്ത്, രണ്ടാമത്തത് അലീന മോളൂട്ടി, മൂന്നാമത്തത് മുട്ടുണ്ടൻ. ഇവർക്ക് 3 പേർക്കും സംഗീതമായിട്ട് ബന്ധമില്ല, യാതൊരു ബന്ധവുമില്ല. പക്ഷേ മൂത്തവൻ ആർട്ടിസ്റ്റാണ്. അവന് ഡിസൈനറാണ്. ഡിസൈൻ ചെയ്ത് MA കഴിഞ്ഞിട്ട് MAക്ക് റാങ്ക് കിട്ടിയവന്, 4th റാങ്ക്. അവന് ജോലിയും കിട്ടിയവന്. ജോസിന് ജോലി കിട്ടി. രണ്ടാമത്തോളം ഇപ്പൊ BAക്ക് പഠിക്കുന്നു. മൂന്നാമത്തവന്റെ കഥയാണ് ഈ പറയുന്നത്. അപ്പൊ ഈ മുട്ടുണ്ട് എന്നോട് പറഞ്ഞു, പക്ഷെ എനിക്ക് സൂട്ട് വേണം. ഞാനപ്പോ ബൈബിൾ എടുത്ത് വായിച്ചുകൊണ്ട്, എന്റെ കർത്താവ് എനിക്കൊരു വഴിയില്ല, എവിടെ നിന്ന് കിട്ടാനായി സൂട്ടിനുള്ള പൈസ എന്ന് പറഞ്ഞിട്ട് സഡനായിട്ട് എഡ്വേർഡ് ബ്രദറിന്റെ ആ ബ്രദറാണ് ഇപ്പൊ എന്നെ വിളിച്ചേക്കണത്. 15-ാം തീയതി ഞാൻ പോവാ പാടാൻ വേണ്ടി. ഒരു കോള് വരുന്നു, ഒരു പാട്ടുണ്ടെന്ന് പറഞ്ഞു. 7-ാം തീയതി എന്നെ വിളിക്കുന്നത്. മാർച്ച് 7-ാം തീയതി വിളിക്കുകയാണ് ഞാൻ. അപ്പൊ തന്നെ, അല്ല 6-ാം തീയതി വിളിച്ചു, 7-ാം തീയതി അങ്ങ് എത്തണം. അപ്പോഴാണ് ചൊല്ലിയിരിക്കുന്നത്. അപ്പൊ ഞാൻ നേരെ കയറിയിരുന്ന് അവിടെ ചെന്നപ്പോഴേക്കും പാട്ട് കിട്ടിപ്പോണ്ടല്ല. എൻ്റെ കർത്താവിനെ ഞാൻ എങ്ങനെ സ്തുതിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരപ്പൻ മകനെ, സാധാരണ പാട്ട് എങ്ങനെയാണ്, അമ്മമാരല്ലേ രാരി രാരി എന്നുള്ളത്, ഇത് അപ്പൻ താരാട്ടുപാടി ഉറക്കുന്നു. എന്റെ മോന് വേണ്ടിട്ട് തന്ന പോലെ ഫീൽ ചെയ്തു. അത് പാടിക്കഴിഞ്ഞപ്പോഴേക്കും അപ്പൊ ഞാൻ ബ്രദറിനോട് പറഞ്ഞു, ബ്രദറെ എൻ്റെ കൊച്ചിന്റെ പിറന്നാളാണ് 15-ാം തീയതി, വാ എന്ന് പറഞ്ഞ് ഞങ്ങള് പർച്ചേസിങ്ങിന് പോയി. അവന് ഹൈറ്റൊക്കെ എന്നോട് പറഞ്ഞു വെച്ചേക്കവൻ. എനിക്കറിയാലോ കൊച്ചിന്റെ ഹൈറ്റ് എന്തോന്നുള്ളത്. അതനുസരിച്ച് സൂട്ട് മേടിച്ച് എല്ലാം മേടിച്ച് അതായിട്ട് തിരിച്ച് സന്തോഷത്തോടെ ഇവിടെ വന്നു. ദൈവം തന്ന ദാനമാണ്. ആ പാട്ട് ഇങ്ങനെയാണത്. പാടും. ചെല്ലമേ എൻ ചെല്ലമേ ആരീരാരോ, തങ്കമേ എൻ തങ്കമേ ആരീരാരോ, ചെല്ലമേ എൻ ചെല്ലമേ ആരീരാരോ, തങ്കമേ എൻ തങ്കമേ ആരീരാരോ. അങ്ങനെ തുടങ്ങുന്ന ആ പാട്ട് ഫുള്ള് പാടി അപ്പൻ
തോളത്തിട്ട് ഉറക്കുന്നതും അതൊക്കെ അതിന്റെ വേട് വരുന്നുണ്ട്. ഭയങ്കര ഫീലിംഗിലാണ് പാടിയത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയത്. കാരണം ബ്രദറിനോട് പറഞ്ഞു, ബ്രദർ എൻ്റെ കൊച്ചിനെ ഓർത്തോണ്ട് ഞാൻ പാടുന്നതെന്ന് പറഞ്ഞിട്ട് പാടിയത്. അന്ന് പാടി കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ മദ്രാസി ഇടയ്ക്ക് എല്ലാ വർഷവും 2-3 പാട്ടുകൾ വിളിക്കും. നല്ല പേയ്മെന്റും തരും. നമുക്കുള്ള അവർക്കറിയാം ഐ ആം ജസ്റ്റ് ഓൺലി പാടിയാണ് ജീവിക്കുന്നതെന്ന് അറിയാം. അതുകൊണ്ട് അതിന്റെ വേണ്ട എന്താ പറയാ, മനസ്സ് നിറയെ തരും. അതുപോലെയാണ് അത് പാടുന്നത്. ഇഷ്ടംപോലെ തമിഴ് സോങ് പാടിയിട്ടുണ്ട്. അതുകൂടാതെ ഇപ്പോൾ ധ്യാനങ്ങളൊക്കെ നടത്തുന്നുണ്ടല്ലേ? അതിനെ കുറിച്ച് ഞാൻ ഈ 12th സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ധ്യാനിപ്പിക്കാറുണ്ട് നമ്മുടെ നാട്ടിൽ എറണാകുളത്ത് തന്നെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് ശാലോം ടി വിന്ന് ഒരു കോള് വരുന്നത്. എന്നോട് പറയാണ്, അഡ്വക്കേറ്റ് അജയൻ എന്ന് പറയും, ഗസല്. അപ്പം ഞാൻ ഒരു ഗസൽ സിംഗറാണ്. ഗസൽ യേശുവിനെ കുറിച്ച് പാടാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഡെഫിനറ്റ് ആയിട്ടും. അപ്പോൾ ഒന്ന് ഇരിക്കണമെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. 70 ഗസലുകൾ ഇരുന്ന് ആ ഗസലിൻ്റെ പുറത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു. എന്നിട്ട് അനൗൺസും ചെയ്തു. യേശുവിനെ കുറിച്ചുള്ള ഗസൽ ഇങ്ങനെയാണത് ഒരെണ്ണമുള്ളത്. तैकलिया समंदर यीशु के सहारे, तय कर लिया समंदर यीशु के सहारे, बदला मेरा मुकद्दर, बदला मेरा मुकद्दर यीशु के सहारे, तय कर लिया समंदर यीशु के सहारे. ഇതിനകത്ത് ഞാൻ ചേഞ്ച് ചെയ്തേക്കണെന്ന് അറിയാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. സുഖം, കേൾക്കാൻ എന്ത് ഭംഗി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. വളരെയധികം അതില് ലയിച്ച് പാടുന്ന ഒരു ഇതല്ലേ ഗസലിന്റെ ഒരു ഗസലിന്റെ പ്രത്യേകതയാണ്. അതല്ല, ഇതിനകത്ത് ഞാൻ വേടെന്താ ചെയ്തേക്കണെന്ന് അറിയോ? ആക്ച്വലി എന്റെ പാട്ട് തന്നെ തേക്കർലിയ സമന്തർ അല്ലാഹ് കെ സഹാരെ. അർത്ഥം മനസ്സിലായോ? ഇല്ല. വെരി സിമ്പിൾ. ഞങ്ങളിപ്പോൾ അങ്ങനെ പ്ലാൻ ചെയ്തു. ഇപ്പോൾ മലയാളികളുടെ അടുത്ത് ഗസൽ പാടുമ്പോൾ മലയാളത്തിൽ പറയും തേക്കർലിയ. തേക്കർലിയ എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ചു. തേക്കർലിയ സമന്തർ, സമന്തറാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതിനൊക്കെ എടുത്ത് ചാടാൻ പോവുക. അവിടെ എന്ത് വൈഡൂര്യങ്ങളുണ്ട്, മുത്തുകളുണ്ട്, അതുപോലെ തന്നെ വമ്പൻ സ്രാവുകളുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ചാടുകയാണ്. ആരുടെ സഹാര എന്ന് പറഞ്ഞാൽ സഹായം. ആരുടെ സഹായത്തോടുകൂടി? യേശുവിന്റെ സഹായത്തോടുകൂടി. ബദ്ലാമെര മുക്കദ്ദർ, ബദ്ലാമെര മുക്കദ്ദർ. മുക്കദ്ദർ എൻ്റെ തലയിലെടുത്ത് തിരിച്ചു. ആരുടെ സഹായത്തോടുകൂടി? യേശുവിന്റെ സഹായം. അവിടെ ആക്ച്വലി ഉറുദു ഗസൽ പാകിസ്ഥാനി ഷായറാണ് എഴുതിയേക്കുന്നത്. അതിനകത്ത് എഴുതിയേക്കുന്നത് തേക്കല്യ സമന്തർ അല്ലാഹ് സഹാരെ. ഞാൻ അല്ലാ എന്നുള്ളത് യേശു എന്നാക്കി. അങ്ങനെയാണ് 70 സെറ്റപ്പ് ചെയ്ത് വെച്ചേക്കാണത് പാടാൻ വേണ്ടിട്ട് മാത്രമായിട്ട് ഗസലിന്റെ. അപ്പൊ എന്താ അറിയോ, യേശുവിനെ കുറിച്ച് ആരും ഗസൽ പാടിയിട്ടില്ല. ഞാൻ മുഴുവൻ തപ്പി നോക്കി. യേശുവിനെ കുറിച്ചുള്ള ഗസലുകളില്ല. ഗസലുകളെല്ലാം പ്രേമം, ദൈവം, ഖുദാ. ഖുദാനെ കുറിച്ച് പറയും, പ്യാറിനെ കുറിച്ച് പറയും, മോഹബത്തിനെ കുറിച്ച് പറയും, യേശുവിനെ കുറിച്ച്, സിന്ദഗിനെ കുറിച്ചൊക്കെ പറയും. അല്ലാതെ കർത്താവിനെ കുറിച്ചില്ല, യേശുവിനെ കുറിച്ചില്ല. അങ്ങനെ ഒരു ചിന്ത, അങ്ങനെ അതും നടന്നു. എല്ലാം ദൈവകൃപത്താൽ, എല്ലാം സർവശക്തനായ പിതാവിന്റെ കരങ്ങളാൽ മാത്രം നടക്കുന്നു എന്നിൽ ഓരോ സെക്കൻഡും. അതുപോലെ തന്നെ എൻ്റെ പുറത്ത് അറ്റാക്ക് ഉണ്ട്. അതെന്നോട് അച്ഛനും പറഞ്ഞിരുന്നു ഒന്നേ, നിന്നെ ഭയങ്കരമായിട്ട് നീ ദൈവത്തോട് അടുക്കും തോറും നിന്നെ ഭയങ്കരമായിട്ട്. ഞാനൊരു പാട്ട് നമ്മുടെ ചെറിയാൻ കുനിയന്തോടത്തച്ഛൻ്റെ ഒരു പാട്ട് ഞാൻ പാടിയായിരുന്നു. കുറെ പാടിയിട്ടുണ്ട്. ഇപ്പൊ അതൊക്കെ സോണി മ്യൂസിക്കിനകത്തേക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുകയാണ്. 6 ആൽബങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് സ്നേഹത്തിനടയാളമാകുന്ന നാദ സ്നേഹിക്കുവോർക്കങ്ങ് നൽകുന്നു ദുഃഖം, ഒരുപാടു സ്നേഹിച്ചാൽ അതുപോലെ തന്നെ ഒരുപാട് സങ്കടം നൽകുന്നുവല്ലോ. അച്ഛനെന്ന് പറഞ്ഞാൽ നീ അടുക്കും തോറും നിനക്ക് ഭയങ്കര ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഐ ഡോണ്ട് കെയർ എന്തൊക്കെ വന്നാലും. എനിക്ക് രോഗമില്ല, കാരണം ഞാൻ യേശുവിൽ വസിക്കും. എൻ്റെ ഉള്ളിൽ യേശു വസിക്കുകയാണ്. ഒരു മരുന്ന് ഞാൻ കഴിക്കില്ല, ഹോമിയോ മാത്രമേ കഴിക്കാറുള്ളൂ. ഐ വിൽ നോട്ട് ടേക്ക് എനി മെഡിസിൻ.
എപ്പോഴും ഞാൻ വീട്ടിൽ പറയുന്നതാണ്, ഡോക്ടറിൻ്റെ അടുത്ത് പോകുന്നതിനൊക്കെ പറയുമ്പോൾ എന്തിനു പോകണം, കർത്താവിനോട് പ്രാർത്ഥിക്കുക, എന്തെങ്കിലും ഒരു ഹോമിയോയുടെ എന്തെങ്കിലും 2 ഗുളിക കഴിക്കുക മതി, പിന്നെ കർത്താവ് തീരുമാനിച്ചോളും. ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ, ഞാൻ വെൻ ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ ആസ് എ മാർക്കറ്റിംഗ് പേഴ്സണലായിരുന്നു. അപ്പം മാർക്കറ്റിംഗ് പേഴ്സൺ ആയിരുന്നു. അപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ അപ്പൻ ഹാർട്ട് അറ്റാക്ക് വന്ന് സിന്ധിയാണ്ടാ, കോടീശ്വരനാണ് അവരുടെ ഫാമിലി. ജസ്റ്റോ ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്തേക്കാണ്. അപ്പം ഞങ്ങൾ ടൂറിൽ പറഞ്ഞു തന്നപ്പോഴേക്കും ഡോക്ടറെ കാണാൻ വേണ്ടി നിന്നപ്പോഴേക്കും ഞാനും അവനുണ്ട്, ചന്ദ്ര എന്ന പേര് അവൻ്റെ, ഇറങ്ങി വന്നപ്പോഴേക്കും പറഞ്ഞ് ഹമാരെ തരഫ് സെ പൂരി കോഷിഷ് കർ ദിയ. അച്ഛേ, മലയാളത്തിൽ പറയാം, ഞങ്ങളുടെ സൈഡിൽ നിന്ന് എല്ലാം മുഴുവൻ ചെയ്തു കഴിഞ്ഞു, ഇനി നിങ്ങൾക്ക് വേണേ, ഞാനീ പറഞ്ഞൊക്കെ ഇന്ത്യയിലാണ്ട് അവിടെ സംസാരിച്ചു, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അടിയിലൊരു ടെമ്പിളുണ്ട് ഹോസ്പിറ്റലിൻ്റെ സൈഡിലായിട്ട്, അവിടെ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കാൻ. അപ്പം എൻ്റെ പുറത്തേക്ക് ഇറങ്ങി ഞാൻ ചിന്തിച്ചു തുടങ്ങി, ഫൈനലായിട്ട് വന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കാനാണെങ്കിൽ പിന്നെ എന്തിനീ ഡോക്ടർമാരുടെ പുറകെ പോകണം, കർത്താവിലേക്ക് മുഴുവൻ സമർപ്പിച്ചാൽ പോരെ. എത്ര തന്നെ കോടികൾ, എന്തെല്ലാം അത്ഭുതങ്ങളുണ്ട്, അപകടങ്ങൾ പറ്റിയിട്ട് ചെതറിക്കഴിഞ്ഞിട്ടും ഇപ്പോഴും എനിക്കറിയാവുന്ന ആൾക്കാരുണ്ട്, എൻ്റെ വെരി ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, ഇപ്പോഴും അത്രയ്ക്ക് പവർഫുള്ളായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, ഹൈ ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഉയർച്ചയുടെ പടികൾ കയറിക്കൊണ്ടിരിക്കുന്നു ദൈവത്തിൻ്റെ കരങ്ങളാൽ മാത്രം. അപ്പം അങ്ങനെ ഉള്ളപ്പോഴേക്ക് ഈ ഡോക്ടറിൻ്റെ പുറകെ പോകേണ്ട കാര്യമുണ്ട്. ഐ എം നോട്ട് ബിലീവിങ് ദാറ്റ്. പക്ഷെ എന്നെ എല്ലാവരും ഇതിന് എൻ്റെ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പറയണത് മണ്ടത്തരമാണത്. എനിക്ക് എൻ്റെ ചിന്താഗതി ഇതാണ്. ഐ എം ബിലീവിങ് ജീസസ്. പക്ഷെ നമുക്ക് ഇപ്പോൾ വചനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, വൈദ്യന്മാരെ സൃഷ്ടിച്ചത് അവിടെ നിന്നാണ്, യേശുവിന്റെ ഒരു ഉപകരണമാക്കാമല്ലോ. അങ്ങനെ ഡോക്ടർമാര് നല്ല ഡോക്ടറുണ്ട്, എനിക്കൊരു ഡോക്ടർ പരമേശ്വരനുണ്ട്. നമുക്ക് എല്ലാവരും അങ്ങനെ പറയാൻ പറ്റില്ല. എല്ലാവരും പറയുന്നില്ല. ഞാൻ പറയുന്നില്ല. അല്ല, എല്ലാ വിഭാഗങ്ങളിലും എല്ലാ മേഖലകളിലും ബിസിനസ്സുകളുണ്ട്. പക്ഷെ അതിലും നല്ല മനുഷ്യരും നല്ല മനസ്സുള്ളവരും ഉണ്ട്. അതിന്റെ വ്യത്യാസം. ഡോക്ടർ പരമേശ്വരൻ ഡോക്ടറിന്റെ ഭയങ്കര, പിന്നെ ഞങ്ങളുടെ തൊട്ടടുത്ത് അമൃതേഷ് ഡോക്ടർ ഉണ്ട്, ചോറ്റാനിക്കര തിരുവാങ്കുളത്ത് തന്നെ. അവർക്ക് നല്ല മനസ്സുള്ളവരാണ്. അങ്ങയുടെ ആത്മീയ ജീവിതം ഇത് ഗാനങ്ങളിലൂടെയും സംഗീതത്തിലൂടെയും എല്ലാം അങ്ങ് കടന്നു പോകുമ്പോൾ ആത്മീയ ജീവിതം എങ്ങനെയാണ്? പ്രാർത്ഥനകളും അതിന്റെ ചിട്ടകളും കാര്യങ്ങളും അതിനെക്കുറിച്ച്. ഞാൻ കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ എൻ്റെ പ്രാർത്ഥന ഇതാണ്. ഫസ്റ്റ് തുടങ്ങണ തന്നെ, ആബാ പിതാവേ, അബ്രഹാത്തിന്റെ ദൈവമേ, ഇസ്ഹാക്കിന്റെ ദൈവമേ, യാക്കോബിന്റെ ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏകദൈവമായ യേശുവേ, ഞങ്ങളിൽ കനിയണമേ എന്ന് പറഞ്ഞ് ഫസ്റ്റ് വേർഡ് പറഞ്ഞിട്ടാണ് പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയുള്ളൂ. കാലത്ത് വെളുപ്പിന് എഴുന്നേറ്റിരുന്ന് കുറച്ചു നേരം യോഗ ചെയ്തിട്ട് നേരെ കിഴക്കോട്ടേക്ക് നോക്കി കസേരയിട്ട്, ഇരുട്ടാണ്, എല്ലാവരും കിടന്ന് ഉറങ്ങുന്നു, പിള്ളേരെ കിടന്ന് ഉറങ്ങുന്നു, ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, യേശുവേ 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 എന്ന് വിളിച്ചുകൊണ്ട് കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം പ്രാക്ടീസ് ചെയ്യും. പിന്നെ ഞാനിപ്പോൾ ഒരു LICയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. LICയുടെ കോളുകൾ വിളിക്കും, അത്രയൊക്കെ ഉള്ളൂ. പിന്നെ പാട്ട് വിളിക്കുമ്പോഴേക്കും ദൈവം തരും. നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അത്ഭുതങ്ങൾ നടക്കും എന്നുള്ളതാണ്. ഉറപ്പായി അത്ഭുതങ്ങൾ നടക്കും എന്നുള്ള വിശ്വസിക്കണം. എൻ്റെ മക്കളോടും പറയുന്നതാണ്, പരീക്ഷ എന്ന് പറഞ്ഞ് പേടിക്കാതെ, പരീക്ഷയ്ക്ക് പഠിക്കണം എന്ന് പറയാനല്ല, പഠിക്കണം. എന്നിട്ട് പറയണം, എൻ്റെ യേശുവെ നീ മുമ്പിൽ നിൽക്കണം. യു ഷുഡ് സ്റ്റാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് മീ. വെൻ ഐ എം റൈറ്റിംഗ്, ഐ എം ഗോയിങ് ടു ടേക്ക് ദ പെൻ, യു ഹാവ് ടു റൈറ്റ് ഇറ്റ്. പരിശുദ്ധാത്മാവിനെ എഴുതിപ്പിക്കണം എന്നെ കൊണ്ട്. വിശ്വസിക്കാൻ പറഞ്ഞു. വിശ്വാസമാണെല്ലാം. ധൈര്യം, വിശ്വസിക്കണം. ആ വിശ്വസിക്കുമ്പോൾ തന്നെ ഒരു എനർജി വരും നമുക്കറിയാതെ. ആ എനർജീനെ ഒരു പിശാചിനും തൊടാൻ പറ്റത്തില്ല. ഇത് കർത്താവിന്റെ കരങ്ങളാണതല്ല. ഇപ്പോ എനിക്ക് തോന്നുന്നു പേരൻസ് ഒക്കെ, എൻ്റെ കുട്ടികളാണെങ്കിലും എൻ്റെ വൈഫ് പറഞ്ഞ പഠിക്കടാ ടെൻഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ടെൻഷൻ ആവുന്നു. വേണം, പറയണം, പഠിക്കണം. ബാക്കി ദൈവത്തിന്റെ, ഞാൻ പറഞ്ഞൊരു പോയിന്റ്, പഠിക്കണം എന്ന് പറയണം. നമ്മുടെ കർത്തവ്യം നമ്മൾ ചെയ്യണം. അതെ, എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ പറഞ്ഞതിന് ശേഷം പിന്നെ അതിന്റെ കൂടെ ഇത് പറയണം, മോനെ യേശുവിൽ അങ്ങോട്ട് വിശ്വസിച്ചോ എന്നിട്ട് പഠിച്ചോ. യേശുവിന് മുമ്പിൽ നിർത്തിയിട്ട് പഠിച്ചോ മോനെ എന്ന് പറഞ്ഞു. നിന്റെ കൂടെ ഉണ്ട്. യേശു മോനെ സഹായിക്കും. ഓർമ്മപ്പെടുത്തി തരും. ഭാരപ്പെടണ്ട, ടെൻഷൻ അടിക്കുകയേ വേണ്ട. കർത്താവ് കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മുടെ കുഞ്ഞുങ്ങളെ അയക്കാമെങ്കിൽ ഒരു 100% അവർ വിജയം പ്രാപിക്കുക തന്നെ ചെയ്യും. പന്ത്രണ്ട് വർഷത്തെ ആത്മീയ ജീവിതയാത്ര വിജയകരമായി മുന്നേറുമ്പോൾ ഗുഡ്നസ് TV പ്രേക്ഷകർക്കായി ഞങ്ങളുടെ പുതിയ ഉദ്യമം സാഭിമാനം സമർപ്പിക്കുന്നു. ഗുഡ്നസ് TV ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമായ ആൻഡ്രോയിഡ് TVയിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God.
ഞാൻ ഒന്നുമല്ലാത്ത എന്നെ, ഒന്നുമല്ല ഞാൻ, എനിക്ക് സംഗീതത്തെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ല എനിക്ക്. പക്ഷെ എന്നെ കർത്താവ് കലാഭവനിൽ എത്തപ്പിടിപ്പിക്കുന്നു. ബേണി കാരണം കലാഭവനിൽ അത് പറഞ്ഞില്ലല്ലോ, അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. കലാഭവനിലെ ബേണി എന്നോട് പറഞ്ഞ് സംഗീതം പഠിക്കാൻ പറഞ്ഞു. ഞാൻ അന്യ മാഷിൻ്റെ അടുത്ത് നിന്ന് എന്ന് പറഞ്ഞു, പാടിക്കേ. മാഷിന് ഭയങ്കര പാടി കേട്ടു, ശബ്ദം കൊള്ളാം, പഠിക്കണം നീ എന്ന് പറഞ്ഞ് ഇരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ആന്യമാഷ അടിച്ചെന്ന് ആബലിച്ചിനോട് പറഞ്ഞ്, ഒരു പാട്ടുകാരുണ്ട് സെബാസ്റ്റ്യൻ, MJ സെബാസ്റ്റ്യനാ, നന്നായിട്ട് പാടുന്നുണ്ടെന്ന് പറഞ്ഞു. എന്നാ ഒരു കാര്യം ചെയ്യും, മാഷ് അവനോട് ഒരു 4 പാട്ട് പഠിച്ചോളാൻ പറയാം. അപ്പം മാഷ് മുകളിൽ കയറി എന്നിട്ട് പറഞ്ഞു, മാഷ് എന്താ മാഷേ, നീ ഒരു കാര്യം ചെയ്യും, 4 പാട്ട് പഠിച്ചു, സത്യനായക, ആ സമയത്തുള്ള 2-3 പാട്ടും കൂടെ ഉണ്ട്, പഠിച്ചോളാം. ഞാനെന്തിനാ മാഷെ പഠിക്കണേ, ഞാനപ്പോൾ കോളേജിൽ പോയിക്കൊണ്ടിരിക്കുന്നതാണ് ആ സെന്റ് ആൽബർട്ട്സിന്റെ ഇഞ്ചാടാപ്പ സ്റ്റൈലാണത്. അപ്പം പഠിച്ചു വെച്ചു എന്ന് പറഞ്ഞു. ഒരു ദിവസം ഷേളി മുകളിൽ കയറി വന്നിട്ട് പറയാ, സെബാസ്റ്റ്യൻ അടിയിലേക്ക് വിളിക്കുന്നത്. ചെന്നപ്പോഴേക്കും മുകളിലാണ് മാഷിന്റെ മുറി, അവിടെ കിടക്കും, അവിടെ തന്നെ മാഷ്, അവിടെ തന്നെ എൻ്റെ മാഷ്, അന്യ മാഷ്. അപ്പം ആ മാഷ് ഇഷ്ടം പോലെ പാട്ട് മാഷിന് ഞാൻ പാടിയിട്ടുണ്ട്. എന്തൊരു സ്നേഹമായിരുന്നു എന്നോട്, ഭയങ്കരമായിട്ട് എന്നെ ഇഷ്ടമായിരുന്നു മാഷിന്. എന്നിട്ട് നേരെ അടി ചെന്നപ്പോഴും പറഞ്ഞ്, താൻ ഇന്ന് ഗാനമേളയ്ക്ക് പാടണം എന്ന് വാ വിളിച്ചു. കലാഭവന്റെ പാട്ട് ഞാൻ തയ്യാറാണ്. അന്നൊക്കെ അപ്പം തന്നെ പഠിക്കുകയാണ്, ചക്ക റെഡി. എന്നെ സഹായിക്കാൻ വേണ്ടി കലാഭവന്റെ അന്ന് തുടങ്ങുകയാണ് കലാഭവനകത്തേക്ക്. ഐ തിങ്ക് ഇറ്റ് ഈസ് 79 ആണെന്ന് തോന്നുന്നു, അല്ലെ 80. കലാഭവൻ ആരംഭിക്കുന്നത് ഗാനമേള ട്രൂപ്പ് ട്രൂപ്പിനകത്തേക്ക് അല്ലല്ല, ഗാനമേള ട്രൂപ്പ് ആരംഭിച്ചേക്കുന്നത് 1965-ലല്ലേ. റെക്സ് മാഷെ അതിനകത്തോട്ട് നമ്മളെ ജോയിൻ ഞാൻ അവിടെ കലാഭവനിൽ പഠിക്കാൻ വേണ്ടി ചെന്നല്ലോ. അപ്പൊ അതുവഴി അതിനകത്തേക്ക് ഗാനമേളയിലേക്ക് എന്നെ വിളിപ്പിക്കാൻ അച്ഛൻ. ഞാൻ അതിനകത്തേക്ക് പെട്ടു. അപ്പൊ ഗാനമേള പാടാൻ തുടങ്ങിയപ്പോ എന്നെ സഹായിച്ചുകൊണ്ടിരുന്നത്. ഗാനമേളയിൽ ഏത് പാട്ടാണ് ആദ്യമേ? സത്യനായക. അതിന്റെ 4 വരി ഒന്ന് പാടാം. സത്യനായക മുക്തിദായക പുൽത്തൊഴുത്തിൻ പുളകമായ സ്നേഹഗായക ശ്രീയേശുനായക. അങ്ങയുടെ സ്വരത്തിലൊന്ന് കേൾക്കാൻ വേണ്ടിയുള്ള അപ്പൊ അത് പാടിക്കൊണ്ടിരുന്നു. അപ്പൊ അത് പാടി കഴിയുമ്പോഴേക്കും പിന്നെ ജോണി എന്നെ അവിടെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ജോണി അണ്ണൻ എന്ന് പറയും, തമിഴ് പാടുന്നത്. ജോണി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുകാരനുണ്ടായിരുന്നു. പിന്നെ മോഹൻ ചേട്ടൻ ഹിന്ദി പാടുന്നു, ഞാൻ മലയാളം. പിന്നെ രാജു ഉണ്ടായിരുന്നു, 2-3 പേരൊക്കെ. മനോഹരൻ തൃശ്ശൂർ നിലയത്തിലെ മ്യൂസിക് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പോൾ പെൻഷനായി. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പാടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞാനാണ് ലീഡ് ചെയ്യുന്നത്, മലയാളം സിംഗർ. അപ്പം കലാഭവൻ അമേരിക്കയിലേക്ക് പോകാൻ പോവുക. അപ്പം സെലക്ഷൻ നടക്കുകയാണ്. എനിക്കാണെങ്കിൽ 2-3 കൊമ്പുള്ള സമയമാണ്. ആ കൊമ്പൊന്നും കർത്താവിനെ കണ്ടിട്ടില്ല, മനസ്സിലാണല്ലോ. 2-3 കൊമ്പാണത്. കൊമ്പായിട്ട് കിടക്കുക സൈക്കിളിൽ, BSA സൈക്കിളിൽ. അഹങ്കാരം കൊമ്പ്. അപ്പൊ ഞാൻ ആലോചിക്കണെന്നറിയാം, ജസ്റ്റ് ചേട്ടന്മാര് 3 പേര് മസ്കറ്റില്. എനിക്കെന്തിനാണ് അന്ന് 100 രൂപ കിട്ടുള്ളൂ ഗാനമേളയ്ക്ക്. ഈ 100 രൂപ വരെ പണിയില്ലേ, സ്റ്റൈലിഷിനെ 10 വരുള്ളൂ സൈക്കിളിൽ, ബിന്ദാസായിട്ട്. അപ്പൊ ജോണി ചേട്ടനൊക്കെ ഇവിടെ നിന്ന് അപ്പച്ചൻ്റെ അടുത്തും അമ്മച്ചിൻ്റെ അടുത്തും വന്ന് പറഞ്ഞ്, ഞങ്ങളുടെ സാറമുള്ള അപ്പം താമസിക്കണേ, മോഹൻ ചേട്ടനോട് വന്നിട്ട് പറഞ്ഞത്, സെബാസ്റ്റിനോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയട്ടെ, ആത്മാർത്ഥമായിട്ട് നിൽക്കാൻ പറയാം, അല്ലേ അമേരിക്ക കാണില്ല, കുറിച്ച് കളയും, ഇത്രയും ടിക്കറ്റും കൊടുത്തിട്ട് കൊണ്ടുപോകാൻ പോളെന്ന് പറഞ്ഞു. അപ്പം അപ്പച്ചൻ എന്നെ വഴക്ക് പറഞ്ഞിടാ, അങ്ങനെയൊന്നും അമ്മച്ചിയും പറഞ്ഞു, നീ എന്തിനാ ചാട കാണിക്കണെന്ന് പറഞ്ഞ കുറേ വഴക്ക് അതിൻ്റെ വഴക്ക് കിട്ടി എനിക്ക്. അപ്പം പിന്നെ ഞാൻ പരിസ്ഥിതിയായി മാറി. എളിമപ്പെട്ടിട്ട് ഞാൻ ചെന്നു. അങ്ങനെ ദൈവകൃപയാൽ ഞങ്ങള് കലാഭവന്റെ ആദ്യമായിട്ട് ഗാനമേള, പ്രൈവറ്റ് ഗാനമേള അമേരിക്കയിൽ നടത്തുന്നത് കലാഭവനാണ്. ആ ഗ്രൂപ്പ് കലാഭവൻ ഗ്രൂപ്പാണ്. 1983 ഇവിടുന്ന് അമേരിക്കയിൽ പോയി. അവിടെയും സാത്താൻ. നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല. നിങ്ങൾ എന്നെ വട്ടനാന്നേ പറയുള്ളൂ, ഇത്രയ്ക്ക് യേശുവിനോട് ഭ്രാന്തുണ്ടോയെന്ന് ചോദിക്കും. എനിക്കറിയില്ല യേശു വന്നപ്പോഴൊന്നും. 94 ഞാൻ അറിയുന്നത് യേശുവാണ് ഇതിന്റെ കാളെന്നുള്ളത്. ഇത് 83 കഥയാണിത്. എനിക്ക് ഛർദിൽ ഫ്ലൈറ്റിനകത്തിരുന്ന് ഫുഡ് പോയ്സൺ ആയിട്ട് 23 മണിക്കൂറാണെന്ന് വെച്ച ജേണി. ഞാൻ ഛർദിച്ചോണ്ടേയിരിക്കുന്നു. അവിടെ ചെന്നപ്പോൾ ഷേളി ചേച്ചി ഉണ്ടല്ലോ, അവിടുത്തെ മാനേജറായിരുന്നു ഷേളി ചേച്ചി. എനിക്ക് കഞ്ഞിയൊക്കെ, എനിക്ക് പെരക്കത്തിൽ കയറാൻ പറ്റില്ല. മോനിച്ചാൻ്റെ വീട്ടിലേക്ക്, സ്പോൺസറിൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അപ്പം ഛർദിക്കും ഞാൻ. എൻ്റെ പുറത്തുള്ള ആ ഗാർഡൻ്റെ അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് കഞ്ഞിയൊക്കെ കോരിത്തന്ന്. അപ്പം മോനിച്ചാനും ചേച്ചിയും കൂടെ, മേരി ചേച്ചിയാണ് വൈഫിൻ്റെ പേര്, അവർ 2 കൂടെ പോയിട്ട് ഒരു ഇതില്ലേ ക്യാൻ നിറയെ പാല് മേടിച്ചു. ഡോക്ടർ പറഞ്ഞ്
പാല് കൊടുക്കാം, ഫുഡ് പോയ്സൺ ആണെന്ന് പറഞ്ഞു. കാരണം 2 ദിവസം കഴിഞ്ഞാൽ കലാഭവന്റെ ഗാനമേളയാണ് ന്യൂയോർക്കിൽ. അത് തകർത്തില്ലെങ്കിൽ ഒരൊറ്റ കുഞ്ഞ് പിന്നെ ബുക്ക് ചെയ്യില്ല. മോനിച്ചാന്റെ പണം മുഴുവൻ പോകും. അയാൾ ഫുൾ എമൗണ്ട് ഇട്ടിട്ടാണ് ഞങ്ങളെ വിളിച്ചേക്കണത്. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുമ്പോൾ ഓരോ ക്ലബ്ബുകാരുടെ നിന്നും ഡെട്രോയിറ്റ്, കാനഡ, അവിടെ ആൾക്കാർ സെക്രട്ടറി. ഈ പ്രോഗ്രാം പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് മോനിച്ചാൻ. അദ്ദേഹം വഴിയാണ് ബാക്കി ത്രൂ എല്ലാം പോകുന്നത്. അവരൊക്കെ വിളിച്ചേക്ക് ക്ഷണിച്ചേക്കാണ്, നിങ്ങൾ കേക്ക് എന്നിട്ട് എനിക്ക് എത്ര രൂപ വരും എന്ന് പറ. ഞങ്ങൾക്കൊന്നും കണക്ഷൻ ഇല്ല. പിന്നെ ഞങ്ങളെ വിൽക്കണം അവിടെ. ആ ഗാനമേളന്റെ വിറ്റ് കാശ് ഉണ്ടാക്കുന്ന, കാരണം അയാൾ അത്രയും കാശ് മുടക്കി നമുക്ക് വേണ്ടിട്ട് അത്രയും കാശ് മുടക്കിണ്ട്. അപ്പൊ ഞാൻ മോനിച്ചാനാണ് ടെൻഷൻ, ഞാനാണ് സത്യനായക പാടേണ്ടത്, തുടങ്ങേണ്ടവൻ ഞാൻ. ഞാനിങ്ങനെ ഛർദിച്ചോണ്ടിരിക്കുന്നു. എനിക്ക് ചേച്ചി ഗ്രീൻ റൂമിൽ കൊണ്ടുവന്നിട്ട് പാലിങ്ങനെ ഒഴിച്ചു തന്നോണ്ടിരിക്കുക, കുടിച്ചു. അതാണ് ഞാനുണ്ടല്ലോ അവിടെയൊക്കെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ. ദേവി ശ്രീദേവി ഡാൻസ് ചെയ്ത പാടിയത്. അന്നൊക്കെ കലാഭവന്റെ ഗാനമേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഗാനമേള സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ വടി പോലെ നിൽക്കുക എന്നുള്ളതാണ്. വടി പോലെ. ഞാൻ ഇവിടെ കലാഭവന് പാടിക്കുമ്പോൾ അടിച്ചങ്ങ് പൂസായി ആ സ്റ്റൈലിലൊക്കെ പാടിക്കൊണ്ടിരുന്നതാണ് ആ കാലഘട്ടത്തിൽ. ദേവി അങ്ങ് പാടിക്കഴിഞ്ഞപ്പോൾ ഭയങ്കര കൈയടിയായി. 14 സ്ഥലത്താണ് കർത്താവിന്റെ കരങ്ങളെ ബുക്കിംഗ് കിട്ടിയത്. 14 പ്ലേസ്. ഞങ്ങൾ ഓരോരുത്തരും ഡിവൈഡ് ചെയ്യും. അപ്പം തന്നെ ഇപ്പൊ ഞങ്ങളിപ്പോൾ ഡെട്രോയിറ്റിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള ആ സമാജം, മലയാള സമാജത്തിലെ ആൾക്കാർ ഡിവൈഡ് ചെയ്യും. ആൾക്കാരെ രണ്ടുപേരും അവരവരുടെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ചിട്ട് എല്ലായിടത്തും നല്ല പരിപാടിയായിരുന്നു. അങ്ങനെ 14 ഷോ നടത്തി. നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു ടീം? ഞങ്ങള് എനിക്കിത്ര അറിയാം, അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല. ഉമേഷ്, പിന്നെ ജാക്സൺ, കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ല. നോർമൽ ഗാനമേളയുടെ ഞാൻ പാടാൻ വേണ്ടിയിട്ട് എനിക്കറിയാം. ഞാൻ പാടാൻ ടെൽമ, ഫീമെയിൽ ടെൽമയാണെന്ന് വന്നത് ഫസ്റ്റിലത്തേന്. സുജാനെ കൊണ്ടുപോയില്ല, 2 പേരെ കൊണ്ടുപോകാൻ സ്ഥലമില്ലെന്ന്, പണം തികയില്ലെന്ന് പറഞ്ഞു മോനിച്ചായൻ. അപ്പൊ ടെൽമ, ജോണിച്ചേട്ടൻ തമിഴ്, ഹിന്ദി മോഹൻ ചേട്ടൻ, 4 സിംഗേഴ്സ്. ഒരു ഗസൽ ഗാനം കൂടെ നമുക്കൊന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടത്, ഞാൻ ഗസൽ ഒരു ഗീത്ത് പാടാം. ആയിക്കോട്ടെ. ജഗത് സിംഗിന്റെ, ഞാൻ ജഗത് സിംഗിന്റെ ഗസലുകളാണ് പാടുന്നത്. അങ്ങേരെ ഗീത്തുണ്ട് വേറെ ഫേമസ് ആവുന്നത്. ശരി, പാടും. होठों से छू लो तुम मेरा गीत अमर कर दो, बन जाओ मीत मेरे प्रीत अमर कर दो, ना उम्र की सीमा हो ना जन्म कहो बंधन, जब प्यार करे कोई तो देखे केवल मन, नई रीत चला कर तुम ये गीत अमर कर दो, होठों से छू लो तुम मेरा गीत अमर कर दो. Thank you. Praise the Lord. Praise the Lord. Glory to God. സണ്ണി ബ്രദറിനെ പരിചയപ്പെടാനും വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാനും നമുക്ക് ഈ ഹാർട്ട് ഓഫ് ഹെവനിൽ മറ്റൊരു അതിഥി കൂടി എത്താനുണ്ട്. അപ്പോൾ ഒത്തിരി സ്നേഹത്തോടു കൂടി നമുക്ക് സ്വാഗതം ചെയ്യാം ഫാദർ ഡിബിൻ ആലുവശ്ശേരി. ശരിക്കും സ്തുതിയായിരിക്കട്ടെ അച്ഛാ. നമ്മുടെ ഹാർട്ട് ഓഫ് ഹെവനിൽ ഇന്ന് അതിഥിയായിട്ട് എത്തിയത് സണ്ണി ബ്രദറാണ്. ഒരുപാട് മനോഹരമായ ഗാനങ്ങൾ നമുക്ക് പാടിത്തന്നു. ഗസൽ സിംഗറാണ് ആക്ച്വലി ആള്. എന്താണ് അച്ഛന് 2 വാക്ക് സംസാരിക്കുന്നത്? ഞാൻ ബ്രദറിന്റെ അനുഭവത്തെ കുറിച്ച് കേട്ടായിരുന്നു. ബ്രദറിന്റെ ദൈവാനുഭവം കിട്ടി അദ്ദേഹം മണ്ടിൽ നിൽക്കുമ്പോൾ ഒരു നൊസ്റ്റാളജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ? അറിയാലോ, ഈ സ്റ്റുഡിയോ ഡിവൈൻ ധ്യാനേന്ദ്രത്തിന്റെ മണ്ണിൽ തന്നെയാണ്. അകത്തേക്ക് കയറി വന്നപ്പോൾ തന്നെ ഫീൽ ചെയ്തല്ലോ. ഞാൻ ആ ഡ്രൈവറോട് പറഞ്ഞു, അതിനെ അറിയാൻ പാടില്ല എങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഒരു ഫീലിംഗ്. ഞാൻ വന്നത് 1994 വന്നത് ഞായറാഴ്ചയായിരുന്നു അത് വന്നത്.
ദൈവാനുഭവം കിട്ടിയതിന് ശേഷം ബ്രദർ ചെയ്തത് എന്താണെന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചിന്ത ഇങ്ങനെയാണ്. ദൈവം മനുഷ്യനായിട്ട് ഭൂമിയെ വരിക എന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ ഫോർമാറ്റ് വിട്ട് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെ പോലെ വന്നു എന്നാണല്ലോ പറയണേ. ദൈവത്തെ ബ്രദർ അനുഭവിച്ചതിന് ശേഷം ഗസൽ എന്ന് പറയുന്ന സംഗീതത്തെ ക്രിസ്ത്യനൈസ് ചെയ്ത് ഇറക്കുക എന്ന് പറയുന്നത് ദൈവം ചെയ്ത ഒരു പ്രവർത്തിക്ക് ഏതാണ്ട് തുല്യമാണ്. ഒറ്റയ്ക്കത് ഡിഫറെന്റ് ആയി കിടന്ന ആ സംഗീത ഭാഗത്തെ എടുത്ത് ക്രിസ്ത്യനൈസ് ചെയ്ത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് തത്തുല്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒത്തിരി സന്തോഷമുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ. തീർച്ചയായിട്ടും ഒരു പ്രണയാതുരത്വം തുളുമ്പുന്ന ഗാനരീതിയാണ് ഗസൽ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ദൈവവുമായിട്ടുള്ള പ്രണയബന്ധം അനേകരുടെ മനസ്സിൽ കരുപ്പിട്ട് പിടിക്കാൻ ബ്രദറിന് സാധിച്ചിട്ടുണ്ട്. ഇനിയും സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ മനസ്സിലുള്ളൂ. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു അച്ഛൻ. നമ്മുടെ ഗുഡ്നസ് ടിവിയുടെ ഒരു സ്നേഹോപഹാരം സമ്മാനിക്കാനായിട്ട് ഞാൻ അച്ഛനെ ക്ഷണിക്കുകയാണ്. മുപ്പത്തിനാലാം സങ്കീർത്തനം 5-ാം തിരുവചന ഭാഗത്ത് നാം ഇങ്ങനെ കാണുന്നുണ്ട്. അവിടുത്തെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരായില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നയിക്കപ്പെടേണ്ടവരാണ്. ഉറപ്പായും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കണം. ദൈവത്തോട് ചേർന്ന്, ദൈവിക പദ്ധതിയോട് ചേർന്ന്, ദൈവത്തിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ്, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി നമ്മുടെ ജീവിതയാത്രയിൽ നേരിടുന്ന പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും തകർച്ചകളെയും എല്ലാറ്റിനെയും അതിജീവിക്കുവാനുള്ള കരുത്ത് ഈ ദൈവിക ചൈതന്യത്തിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ ഇന്ന് നാം കേട്ട പ്രിയപ്പെട്ട സണ്ണി ബ്രദറിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് ലഭിച്ച അദ്ദേഹത്തിൻ്റെ ഒത്തിരി നല്ല കാര്യങ്ങൾ നമുക്ക് ആ ഓരോരുത്തർക്കും മാതൃകയാക്കാം. കൂടുതൽ ക്രിസ്തുവിൽ ഒന്നിച്ചു നിന്നുകൊണ്ട് വിശ്വാസത്തോടെ നമ്മുടെ ജീവിതത്തെ കരുത്തുള്ളവരായി തീർക്കുവാൻ നമുക്ക് കൂടുതലായി ദൈവത്തിൽ ആശ്രയിക്കാം, ശരണപ്പെടാം. അതിനുള്ള കൃപ എല്ലാവർക്കും നല്ല ദൈവം കനിഞ്ഞനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു മഹത് വ്യക്തിയുമായി ഹാർട്ട് ഓഫ് ഹെവന്റെ മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.